ആലപ്പാടിയിൽ വാഹനാപകടത്തിൽ 4 മരണം എന്ന വാർത്ത വരുന്നു. കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് വാഹനം കാത്തുനിന്നവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായത്. നാടിനെ നടുക്കിക്കൊണ്ട് കാസർഗോഡ് തലപ്പാടിയിൽ അതിർത്തി പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കർണാടക RTCയുടെ ബസ്സാണ്. 4 പേർ മരിച്ചു. ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണം എന്നുകൂടി ഇപ്പോൾ അറിയുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉച്ചയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. 1:30 അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTCയുടെ ബസ്സാണ്. ദേശീയപാത 66 അമിത വേഗതയായിരുന്നു ബസ്സിനുണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്. ബസ്സിന്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണമെന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വാഹനം ബ്രേക്ക് പോയ ബസ് നേരെ ഈ ബസ് കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ഒരു കർണാടക ഓട്ടോറിക്ഷയും ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയിലേക്കും വാഹനം ഇടിച്ചു കയറി. അങ്ങനെയാണ് ഈ ആളുകൾ മരിച്ചത്, ആളുകൾക്ക് പരിക്കേറ്റത് എന്നും പറയുന്നുണ്ട്. 4 മരണം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ആ പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ്. ഇത് തലപ്പാടിയാണ്. തലപ്പാടി എന്ന് പറയുന്നത് കർണാടക കേരള അതിർത്തി പ്രദേശമാണ്. കാസർഗോഡ് കഴിഞ്ഞാൽ തലപ്പാടി ചെക്ക് പോസ്റ്റ് വരുന്ന ഭാഗത്താണ്. ഈ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്.